നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ രണ്ട് വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ്റെ ലീനിയറൈസേഷൻ, ആ ഫംഗ്ഷൻ അതിൻ്റെ ലീനിയറൈസേഷൻ യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററിൻ്റെ അപ്പർ ബൗണ്ട്, അതുപോലെ ഡിഫറൻഷ്യൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അത് കാണാനുള്ള ഫോർമുലാസും ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻസിൻ്റെ കേസിലും ഇതെല്ലാം സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിമിലർ ഫോർമുല തന്നെയാണ്, വേരിയബിൾസിൻ്റെ എണ്ണം കൂടുതലാണെന്ന് മാത്രം. നമുക്കിനി കൂടുതലായിട്ടും ഡിസ്കഷൻ വരുന്നത് 3 വേരിയബിളുള്ളൊരു ഫംഗ്ഷനാണ്. സോ 3 വേരിയബിളുള്ളൊരു ഫംഗ്ഷൻ്റെ ലീനിയറൈസേഷൻ അറ്റ് എ പോയിൻറ്റ് P0 ഇൻ ഇറ്റ്സ് ഡൊമെയിൻ, അത് കാണാനുള്ള ഫോർമുല നമുക്ക് നോക്കാം. സോ കൺസിഡർ ദി ഫംഗ്ഷൻ w ഈക്വൽ ടു സം f ഓഫ് എക്സ് വൈ സെഡ്. സോ ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. എക്സും വൈയും സെഡുമാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ ഡൊമെയിൻ സ്പേസിലുള്ള ഏതെങ്കിലും ഒരു റീജിയൻ ആയിരിക്കും. സോ ഡൊമെയിനിൽ ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിന് 3 കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് P0 ചൂസ് ചെയ്യുന്നു, x0 y0 z0. ദെൻ P0 എന്നുള്ള പോയിൻറ്റിൻ്റെ ഒരു സ്മോൾ നൈബർഹുഡിൽ എഫിൻ്റെ ലീനിയറൈസേഷൻ കാണാനുള്ള ഫോർമുല L ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് P0 പ്ലസ് എഫ് എക്സ് ഓഫ് P0 ഇൻറ്റു എക്സ് മൈനസ് x0 പ്ലസ് എഫ് വൈ ഓഫ് P0 ഇൻറ്റു വൈ മൈനസ് y0 പ്ലസ് എഫ് സെഡ് ഓഫ് P0 ഇൻറ്റു z മൈനസ് z0. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫിന് അതിൻ്റെ ലീനിയറൈസേഷൻ യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററിൻ്റെ അപ്പർ ബൗണ്ട് കാണാനുള്ള ഫോർമുലയാണ്. സോ ആർ എന്നുള്ളൊരു റീജിയൻ അത് ഒരു റെക്റ്റാങ്കുലർ സോളിഡാണ്, സെൻറ്റേഡ് അറ്റ് ദി പോയിൻറ്റ് P0 x0 y0 z0. അതായത് P0 എന്നുള്ള പോയിൻ്റ് സെൻറ്ററായിട്ട് വരുന്ന ഒരു റെക്റ്റാങ്കുലർ സോളിഡ്, അതല്ലെങ്കിൽ ഒരു ബോക്സ് പ്ലസ് അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്യൂബോയിഡ് അതിൻ്റെ ഇൻറ്റീരിയർ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ആറ്. സോ ഇവിടുത്തെ ഡൊമെയിൻ ഞാൻ പറഞ്ഞു സ്പേസിലുള്ള റീജിയൻ ആയിരിക്കും. സോ അത് 3 ഡയമെൻഷനിലുള്ള ഏതെങ്കിലും സോളിഡ്സ് ആയിരിക്കും അതിൻ്റെ ഡൊമെയിനായിട്ട് വരുന്നത്. ഇവിടെ P0 എന്നുള്ള പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റെക്റ്റാങ്കുലർ സോളിഡ്, അത് സെൻറ്ററായിട്ട് വരുന്ന റെക്റ്റാങ്കുലർ സോളിഡാണ് നമ്മുടെ ആർ എന്നുള്ള റീജിയൻ. ആ റീജിയനിലെ പോയിൻറ്റ്സിന് എഫിന് അതിൻ്റെ ലീനിയറൈസേഷൻ യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ് ഇ ഓഫ് എക്സ് വൈ സെഡ്. ദാറ്റ് ഈസ് ഇ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് മൈനസ് എൽ ഓഫ് എക്സ് വൈ സെഡ്. സോ ആ എററിൻ്റെ ഒരു അപ്പർ ബൗണ്ട് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആർ എന്നുള്ള റീജിയനിലെ എല്ലാ പോയിൻറ്റ്സിനും മോഡുലസ് ഓഫ് എഫ് എക്സ് എക്സ്, മോഡുലസ് ഓഫ് എഫ് വൈ വൈ, മോഡുലസ് ഓഫ് എഫ് സെഡ് സെഡ്, മോഡുലസ് ഓഫ് എഫ് എക്സ് വൈ, മോഡുലസ് ഓഫ് എഫ് എക്സ് സെഡ്, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എഫ് ഐ സെഡ്. ഇവിടെ എല്ലാറ്റിൻ്റെയും വാല്യൂസ് ഒരു പെർട്ടിക്കുലർ എമ്മിനേക്കാൾ താഴെയോ അതിനോട് ഈക്വലോ ആണെങ്കിൽ നമ്മൾ എററിൻ്റെ ഒരു അപ്പർ ബൗണ്ട് കാണാനുള്ള ഫോർമുല ഇതാണ്. മോഡുലസ് ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു എം ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് വൈ നോട്ട് പ്ലസ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ. ഇവിടെ എഫിൻ്റെ എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂവിനെ ആർ എന്നുള്ള റീജിയനിലെ എല്ലാ പോയിൻറ്റ്സിനും ഇവാലുവേറ്റ് ചെയ്യുന്ന എഫിൻ്റെ എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ് എം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എററിൻ്റെ അപ്പർ ബൗണ്ട് കാണാനുള്ളൊരു ഫോർമുലയാണ് ഇപ്പോൾ തന്നത്. നമുക്ക് ഇനി ഡിഫറൻഷ്യൽ കാണാനുള്ള ഫോർമുല നോക്കാം. എഫിൻ്റെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഡൊമൈനിലെ x0 y0 z0 എന്നുള്ള പോയിൻറ്റിൽ നിന്നും ഒരു നിയർ ബൈ പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ആക്ച്വൽ ചേഞ്ച് ഡെൽ എഫ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യലാണ്, അപ്പോൾ അത് കാണാനുള്ള ഫോർമുല നോക്കാം. ഡി എഫ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് P0 ഇൻറ്റു ഡി എക്സ് പ്ലസ് എഫ് വൈ ഓഫ് P0 ഇൻറ്റു ഡി വൈ പ്ലസ് എഫ് സെഡ് ഓഫ് P0 ഇൻറ്റു ഡി സെഡ്. നമ്മൾ കറസ്പോണ്ടിങ് ലീനിയറൈസേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഡിഫറൻഷ്യൽ. ആക്ച്വൽ ചേഞ്ച് ഡെൽ എഫ് ആണ്, അതായത് x0 y0 z0 എന്നുള്ള പോയിൻറ്റിൽ നിന്നും ഒരു നിയർ ബൈ പോയിൻറ്റിലേക്ക് അതിൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ആക്ച്വൽ ചേഞ്ച് ഡെൽ എഫ് ആണ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ ലീനിയറൈസേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്, അതാണ് ഡി എഫ്. അത് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ലീനിയറൈസേഷൻ എൽ ഓഫ് എക്സ് വൈ സെഡ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സെഡ് മൈനസ് 3yz പ്ലസ് 2 അറ്റ് ദി പോയിൻറ്റ് 1 1 2. Find an upper bound for the error incurred in replacing f by L on the region. R എന്നുള്ള റീജിയൻ തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01, മോഡുലസ് ഓഫ് വൈ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01, മോഡുലസ് ഓഫ് സെഡ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.02. ഇത് 1 1 2 എന്നുള്ള പോയിൻ്റ്
സെൻറ്ററായിട്ട് വരുന്ന ഒരു ക്യൂബോയിഡ്, അതിൻ്റെ ഇക്വേഷനാണ്, സോളിഡ് ആയിട്ടുള്ള ഒരു ക്യൂബോയിഡിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ആദ്യം 1, 1, 2 എന്നുള്ള പോയിൻറ്റിൽ എഫിൻ്റെ ലീനിയറൈസേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ ഒരു റീജിയനിൽ എഫിനെ അതിൻ്റെ ലീനിയറൈസേഷൻ യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററിൻ്റെ ഒരു അപ്പർ ബൗണ്ട് കാണാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്, അതായത് എഫ് എക്സും എഫ് വൈയും എഫ് സെഡും എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. എഫ് എക്സ് ആദ്യം കാണാം. ഇവിടെ എഫ് എക്സ് എന്നുള്ളത് സെഡ് ആണ്. എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ആദ്യത്തെ ഒരു ടൈമിൽ മാത്രമാണ് എക്സ് ഉള്ളത്. സോ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് സെഡ് ആണ്. ബാക്കി എല്ലാ ടൈംസിലും ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 0 ആയിരിക്കും. അതുപോലെ എഫ് വൈ എന്നുള്ളത് -3z എഫ് സെഡ് എന്നുള്ളത് x-3y ദെൻ എഫിൻ്റെ വാല്യൂ അറ്റ് ദി പോയിൻറ്റ് 1, 1, 2 എന്നുള്ളത് -2 ആണ്. തന്നിട്ടുള്ള ഫംഗ്ഷനിൽ എക്സിന് പകരം 1ഉം വൈക്ക് പകരം 1ഉം സെഡിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 എന്ന് കിട്ടും. ദെൻ ഓൾറെഡി എഫ് എക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എഫ് എക്സ് അറ്റ് 1, 1, 2 എന്നുള്ളത് 2 ആണ്. സെഡിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അതുപോലെ എഫ് വൈ അറ്റ് 1, 1, 2 എന്നുള്ളത് -6 ആണ്. എഫ് സെഡ് അറ്റ് 1, 1, 2 എന്നുള്ളത് 2 ആണ്. ദെൻ ബൈ ഫോർമുല എൽ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് പി നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് പി നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട്. ഇവിടെ പി നോട്ടാണ് 1, 1, 2. സോ എൽ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് 1, 1, 2 പ്ലസ് എഫ് എക്സ് ഓഫ് 1, 1, 2 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എഫ് വൈ ഓഫ് 1, 1, 2 ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് എഫ് സെഡ് ഓഫ് 1, 1, 2 ഇൻറ്റു സെഡ് മൈനസ് 2. So which is equal to -2 plus 2 into x minus 1 minus 6 into y minus 1 minus 2 into y minus 2 bracket open ചെയ്യുമ്പോൾ which is equal to 2x minus 6y minus 2z plus 6. ഇനി നമുക്ക് എററിൻ്റെ അപ്പർ ബൗണ്ട് ആണ് കാണേണ്ടത്. അതിനുവേണ്ടി എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും നമുക്ക് കാണണം. ഇവിടെ എഫ് എക്സ് എക്സ് എന്നുള്ളത് 0 ആണ്. എഫ് വൈ വൈയും 0 ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആണ്. അതുപോലെ തന്നെ എഫ് സെഡ് സെഡും 0 ആണ്. ദെൻ എഫ് എക്സ് വൈ എന്നുള്ളതും അഗൈൻ 0. എഫ് എക്സ് സെഡ് 1 ആണ്. എഫ് വൈ സെഡ് എന്നുള്ളത് -3 ആണ്. ദെൻ ആ റീജിയൻ ഒരു സോളിഡ് റെക്ടാങ്കുലർ റീജിയൻ നമുക്ക് തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01, മോഡുലസ് ഓഫ് വൈ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01, മോഡുലസ് ഓഫ് സെഡ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.02. അത് 1, 1, 2 സെൻറ്ററായിട്ട് വരുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ക്യൂബോയിഡ് ആണ്. സോ അതിലെല്ലാ പോയിൻറ്റ്സിനും ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ വരുന്നത് 3 ആണ്. അതായത് ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. അബ്സൊല്യൂട്ട് വാല്യൂ ആണ്, അതുകൊണ്ടാണ് അവിടെ 3 എന്ന് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് എം എന്നുള്ളത് 3 ആയിട്ട് ചൂസ് ചെയ്യാം. ദെൻ എഫിന് അതിൻ്റെ ലീനിയറൈസേഷൻ യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ് ഇ ഓഫ് എക്സ് വൈ സെഡ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് മോഡുലസ് ഓഫ് ഇ ഓഫ് എക്സ് വൈ സെഡ് ബൈ അവർ ഫോർമുല മോഡുലസ് ഓഫ് ഇ ഓഫ് എക്സ് വൈ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് മോഡുലസ് ഓഫ് വൈ മൈനസ് വൈ നോട്ട് പ്ലസ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ. സോ ഹിയർ എക്സ് നോട്ട് ഈക്വൽ ടു 1, വൈ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് സെഡ് നോട്ട് ഈക്വൽ ടു 2. സോ മോഡുലസ് ഓഫ് ഇ ഓഫ് എക്സ് വൈ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 plus modulus of y minus 1 plus modulus of z minus 2 whole square, which is less than or equal to half into 3 into bracket ഉള്ളിലെ modulus of 0.01 plus modulus of 0.01 plus modulus of 0.02 whole square. നമ്മളിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ റീജിയനിലെ എല്ലാ പോയിൻറ്റ്സിലും മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01 ആണ്. അതുപോലെ മോഡുലസ് ഓഫ് വൈ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.01 ആണ്. മോഡുലസ് ഓഫ് സെഡ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.02. അതുപോലെ തന്നെ എം എന്നുള്ളത് 3 ആണ്. അതെല്ലാം യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ കിട്ടുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 0.04 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0.024. അതായത് ഈ ഗിവൺ റീജിയണിൽ എഫിന് അതിൻ്റെ ലീനിയറൈസേഷൻ യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ മാക്സിമം 0.0024 ആയിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. സപ്പോസ് ദാറ്റ് യു ഈക്വൽ ടു x e raised to y plus y sin z and that x y z can be measured with maximum possible errors of plus or minus 0.2, plus or minus 0.6 and plus or minus pi by 180 respectively.
എസ്റ്റിമേറ്റ് ദി മാക്സിമം പോസിബിൾ എറർ ഇൻ കാൽക്കുലേറ്റിംഗ് യു ഫ്രം ദി മെഷേർഡ് വാല്യൂസ് എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു ln3, സെഡ് ഈക്വൽ ടു π/2. സോ ഇവിടെ യു എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 3 വേരിയബിളുള്ളൊരു ഫംഗ്ഷനാണ്. യു ഈക്വൽ ടു എക്സ് ഇ റേസ് ടു വൈ പ്ലസ് വൈ സൈൻ സെഡ്. നമുക്ക് ആക്ച്വലി യുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 2, അതുപോലെ വൈ ഈക്വൽ ടു ln3, സെഡ് ഈക്വൽ ടു π/2. ഈ ഒരു പോയിന്റിലായിരുന്നു നമുക്ക് ആക്ച്വലി യുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് സ്ലൈറ്റ് വേരിയേഷൻസ് സംഭവിച്ചു. എക്സിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന എറർ മാക്സിമം 0.2 ആണ്, മിനിമം -0.2. അതായത് അതിൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. അതായത് മോഡുലസ് ഓഫ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. സിമിലർലി മോഡുലസ് ഓഫ് ഡി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.6 ആൻഡ് മോഡുലസ് ഓഫ് ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/180. സോ ഇത്തരത്തിലുള്ള എറർ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും കാൽക്കുലേഷനിൽ സംഭവിച്ചപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് യുവിൻ്റെ കാൽക്കുലേഷനിൽ വരുന്ന വേരിയേഷൻ അത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡിഫറൻഷ്യലിൻ്റെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം ഡി യു കാണാം, അതിൻ്റെ ഡിഫറൻഷ്യൽ കാണാം. അതിനുവേണ്ടി യു എക്സ് എന്നുള്ളത് ഇ റേസ് ടു വൈ, യു വൈ എക്സ് ഇ റേസ് ടു വൈ പ്ലസ് സൈൻ സെഡ്, യു സെഡ് എന്നുള്ളത് വൈ കോസ് സെഡ്. ദെൻ യു എക്സ് അറ്റ് 2 ln3 π/2 ഈക്വൽ ടു ഇ റേസ് ടു ln3, അത് നമുക്കറിയാം 3 ആണ്. അതുപോലെ യു വൈ അറ്റ് 2, ln3, π/2 എന്നുള്ളത് 2 ഇ റേസ് ടു ln3 പ്ലസ് സൈൻ π/2. 2 ഇ റേസ് ടു ln3 എന്നുള്ളത് 2 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 6. അതുപോലെ സൈൻ π/2 1 ആണ്. സോ 6 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 7. ദെൻ യു സെഡ് അറ്റ് 2, ln3, π/2 എന്നുള്ളത് ln3 × cos π/2. cos π/2 എന്നുള്ളത് 0 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും കാൽക്കുലേഷനിലുണ്ടാകുന്ന എററിന് കറസ്പോണ്ടിങ് ആയിട്ട് യുവിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന എറർ അത് കാണാനുള്ള ഫോർമുല ഡി യു ഈക്വൽ ടു യു എക്സ് ഓഫ് 2 ln3 π/2 ഇൻറ്റു ഡി എക്സ് പ്ലസ് യു വൈ ഓഫ് 2 ln3 π/2 ഇൻറ്റു ഡി വൈ പ്ലസ് യു സെഡ് ഓഫ് 2 ln3 π/2 ഇൻറ്റു ഡി സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു 3dx പ്ലസ് 7dy പ്ലസ് 0dz. നമ്മൾ ഓൾറെഡി ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 3dx പ്ലസ് 7dy. ദെൻ തന്നിട്ടുണ്ട് എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും കാൽക്കുലേഷനിൽ വരുന്ന മാക്സിമം പോസിബിൾ എറർ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡുലസ് ഓഫ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2, മോഡുലസ് ഓഫ് ഡി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.6 ആൻഡ് മോഡുലസ് ഓഫ് ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/180. ദെൻ ദി മാക്സിമം പോസിബിൾ എറർ ഇൻ ദി കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് യു, അത് മോഡുലസ് ഓഫ് ഡി യു, അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ്. നമുക്ക് ഓൾറെഡി ഡി യു എന്നുള്ളത് 3dx പ്ലസ് 7dy എന്ന് കിട്ടിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഡി യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു മോഡുലസ് ഓഫ് ഡി എക്സ് പ്ലസ് 7 ഇൻറ്റു മോഡുലസ് ഓഫ് ഡി വൈ. ഓൾറെഡി പറഞ്ഞു മോഡുലസ് ഓഫ് ഡി എക്സ് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. അതുപോലെ മോഡുലസ് ഓഫ് ഡി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.6. അത് യൂസ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ഡി യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു 0.2 പ്ലസ് 7 ഇൻറ്റു 0.6 വിച്ച് ഇസ് ഈക്വൽ ടു 4.8. സോ യുവിൻ്റെ കമ്പ്യൂട്ടഡ് വാല്യൂവിൽ ഉണ്ടാകുന്ന മാക്സിമം പോസിബിൾ എറർ എന്നുള്ളത് 4.8 ആണ്.